മറ്റൊന്നുമല്ല, ശനിയാഴ്ചകളിൽ നാം പഠിച്ചുകൊണ്ടിരുന്നത് ക്രൂശിതനായ യേശുവും കുരിശും എന്ന വിഷയമായിരുന്നല്ലോ. അതോട് ബന്ധപ്പെട്ട് കുരിശിനെ ഉയർത്തുന്നവരും ക്രൂശിതനായ യേശുക്രിസ്തുവിനെ ഉയർത്തുന്ന ദൈവമക്കളും എന്ന വിഷയം നാം ചിന്തിച്ചപ്പോൾ അർത്തിങ്കൽ പള്ളിയിലെ വെളുത്തച്ഛനെയും അഥവാ സെബാസ്റ്റ്യാനോസിനെയും പരിമല ശ്രീ ശാസ്താവായിരിക്കുന്ന അയ്യപ്പനെയും അതുപോലെ മറകാട്ടുപള്ളിയിൽ ആയിരിക്കുന്ന ഗീവർഗീസിനെയും പുതുപ്പള്ളിയിൽ നടക്കുന്ന ദൈവമില്ലാത്ത കാര്യങ്ങളെയും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ പിശാചുക്കളെ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുക ദൈവം ഏഴയെ ഉപയോഗിച്ചു. ഞാൻ ശനിയാഴ്ച സഭയോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നാൽ അധികം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഞായറാഴ്ച ജോർജ് കൂടുതൽ സാക്ഷിയിരിക്കുന്ന പറഞ്ഞത് എന്റെ പെങ്ങളുടെ മകന്റെ കൊച്ചു പൈതലിന്റെ പ്രതിഷ്ഠയായിരുന്നു ഇന്ന്. അവിടെ പോകുവാൻ നിർബന്ധമുണ്ടായിരുന്നുവെങ്കിലും ഇന്നലെ രാത്രി പാസ്റ്റർ പ്രസംഗിക്കുകയും പ്രാർത്ഥന ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ ആ യോഗത്തിന് പോകാതെ ഞാൻ ആരാധനയ്ക്ക് ഇങ്ങോട്ടാണ് പോകുന്നത്. എന്റെ ഹൃദയം ഒത്തിരി സന്തോഷിച്ചു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഉണ്ടല്ലോ. അതാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ തമ്പിവ്രതനെ വിളിച്ചപ്പോൾ തമ്പിവ്രതനോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, എന്നാൽ ഈ ദിവസങ്ങളിൽ അധികം പ്രാർത്ഥിക്കാൻ എനിക്ക് പ്രേരണ കിട്ടും. ദൈവജനമേ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടത് അതാണ്. അനന്തികളോട് നടന്ന് പ്രസംഗിപ്പാൻ ദൈവം എനിക്ക് അവസരം തന്നു. പലയിടത്തും വെച്ച് എന്നെ കുന്നുമാറ്റേണ്ടതായി. എന്റെ കയ്യിൽ സെൽഫോൺ പോലും ഒന്നില്ലായിരുന്നു, എന്റെ കുഞ്ഞുങ്ങളൊന്നുമായിട്ടില്ലായിരുന്നു. എന്നാൽ ഒരു ദോഷവും വരാതെ ദൈവം എന്നെ കാത്തത് എന്റെ പ്രാർത്ഥിക്കുന്ന ദൈവം നന്നായി ഉറപ്പുണ്ടായി. മാനുഷിക വശത്ത് പലപ്പോഴും ഞാൻ ഭയപ്പെട്ട് ഇനി ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുന്നതായിട്ട് ചിന്തിച്ച സ്റ്റേജുകളുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ വണ്ടിയിൽ നിന്ന് അങ്ങനെ ചിന്തിക്കും, സ്റ്റേജിൽ കയറുമ്പോൾ അത് ഞാൻ മാറും. അപ്പോൾ പിന്നെ എന്റെ ചിന്ത ഈ അന്യ ആരാധനയ്ക്കെതിരെ എന്ത് ഭവിച്ചാലും നിൽക്കണമെന്നാണ്. ഞാൻ നിന്നിട്ടുണ്ട്, ദൈവത്തെ നന്ദി. എന്നാൽ എനിക്കൊരു ദോഷം വരാതെ മാത്രമല്ല, എന്റെ വീട്ടിലും എന്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും ദൈവനെയാക്കിയിരുന്ന സഭയ്ക്കും ദോഷം വരാതെ കാക്കുവാൻ കഴിഞ്ഞത് നിങ്ങളിൽ പ്രാർത്ഥിച്ചാൽ നിങ്ങളത് പറയുമ്പോൾ എന്റെ ഹൃദയത്തിലേറിയ സന്തോഷം. ഞാൻ വെറുതെ ഈ സ്റ്റേജിൽ നിന്ന് ഇത് പറയുകയില്ല. ഒരു $5000 ചെക്ക് എനിക്ക് നിങ്ങൾ എഴുതി തരുന്നതിനേക്കാൾ വിലപ്പെട്ടതാണ് ഒരു മിനിറ്റ് എനിക്ക് വേണ്ടി അത്രയും വലിപ്പം പ്രാർത്ഥനയ്ക്ക് ഉണ്ട് സഹോദരങ്ങളെ. എന്റെ യാതൊരു മിടുക്കുമല്ല, ഞാൻ നിൽക്കുന്നത് ദൈവത്തിൽ. അമേരിക്കയിൽ വന്ന ശേഷം എന്നെ പാറ്റിക്കളയുവാൻ വിശാൽ നന്നായി പ്രവർത്തിച്ചു, ഒന്നുമില്ലാതാക്കുക. എന്നാൽ ഒന്നും ദോഷമായി വരുവാൻ ദൈവം സമ്മതിച്ചു. പ്രാർത്ഥിക്കൂ, നന്ദി ചെയ്തു. 90-ാം സങ്കീർത്തനം നാം പലയാവർത്തി പഠിച്ചിട്ടുള്ളതാണ്. ഇന്ന് ഇത് നിന്ന് കർത്താവ് നമ്മോട് സംസാരിക്കുമ്പോൾ വചനം ഏറ്റെടുക്ക്, ദൈവം പ്രവർത്തിക്കും. ഇന്നലെ നാം പഠിച്ചല്ലോ, വല കീറാറാകുന്നത് അവന്റെ മുൻപിൽ വെച്ചാണ്. അതിന് കാരണക്കാരൻ പത്രോസല്ല, ആ വലയിൽ മീൻ കയറ്റിയ യേശു. യേശു പറഞ്ഞിട്ടാണ് പത്രോസ് വീശിയത്. യേശു പറഞ്ഞിട്ടാണ് ആ മത്സ്യങ്ങൾ ആ വലയ്ക്കകത്ത് കയറിയത്. ലോകം മുഴുവൻ പറയും ഈ വല കീറും, ഇത് പെരുത്ത മീൻ കൂട്ടമാണ്, ഇതിനതിന് കഴിവുണ്ട്. ഞാൻ പറയുന്നു, ആ വല കീറത്തില്ല. വിശ്വസിക്കൂ സഹോദരങ്ങളെ. ഇന്നലെ രാത്രി പ്രാർത്ഥിച്ച് ദൂത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം തന്ന ദൂതായി. ഞാൻ വീണ്ടും പറയുന്നു, നീ പറഞ്ഞിട്ടല്ല അത് വലയ്ക്കകത്ത് കയറിയത്, നീ ആ വീശിയത്. പക്ഷേ വീശിയതിന്റെ പിന്നിൽ ഒരു വാക്കുണ്ട്. ആ മീൻ എല്ലാം കൂടെ തിങ്ങി ആ വലയ്ക്കകത്ത് കയറിയത് ആ വലയ്ക്കകത്തെ തീറ്റി കണ്ടിട്ടല്ല,
ആ വലക്കകത്ത് കയറുവാൻ ആ മത്സ്യങ്ങളോട് ഒരുവഴി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വല കീറത്തില്ല. പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയേക്കുന്ന വല കീറുവായി എന്ന ആട് കീറത്തില്ല. പകൽക്കാലം വിശ്വസിച്ച് അത് ദൈവത്തിന്റെ പ്രവൃത്തിയുടെ നമ്മൾ വായിച്ചു നിർത്തിയ 10ാമത്തെ വാചകത്തിന്റെ ഒടുവിലെ വാക്കുകൾ ഇന്ന് ദൂതായിട്ട് നിങ്ങൾ എടുത്തുകൊള്ളുക. എന്താണ് ആ ദൂത്? അത് അതിന്റെ പ്രതാപവും പ്രയാസവും ദുഃഖമത്രേ. അത് വേഗം തീരുകയും തീരും വേഗം ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും. കണ്ടോ, ഇന്നത്തെ ദൂതായിട്ട് പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ, അത് വേഗം തീരും. വിശ്വസിക്കാൻ മനസ്സുണ്ടോ? ഒന്നുകൂടി എന്ന വാക്യം നിങ്ങളെ ധൈര്യപ്പെടുത്തി പറയിപ്പിക്കുക. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. പ്രയാസവും ദുഃഖവും അത്രേ. അത് വിശ്വസിക്കുമോ? വിശ്വസിക്കാൻ സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം, ആശയുടെ വാക്കുകളല്ല. നിങ്ങൾ വിശ്വസിക്കുന്നത് ദൈവത്തിന്റെ വചനം. പ്രയാസവും ദുഃഖവും അത്രേ, അത് വേഗം തീരും. ഞാൻ ഈ വാക്യം വിശ്വസിക്കുന്നു. അത് തീരുമെന്നല്ല, അത് വേഗം തീരും. ഈ സങ്കീർത്തനത്തിൽ അനേക കാര്യങ്ങൾ ദൈവം ഉണ്ടാക്കിയത് എഴുതിയിട്ടുണ്ട്. പർവ്വതങ്ങൾ, ഭൂമി, ഭൂമണ്ഡലം, മധ്യം, പൊടി, രാത്രി, പകല്, സംവത്സരം, നെടുവീർപ്പ്, പൂവ്. നിങ്ങളിങ്ങനെ എടുത്തു നോക്കൂ താഴേക്ക്. ഓരോ വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം ഉണ്ടാക്കിയ കാര്യങ്ങളുടെ ലിസ്റ്റാണ്. സ്തോത്രം. അതിൽ ഉണ്ടാക്കപ്പെട്ട എല്ലാം കിടക്കുമ്പോൾ തന്നെ ഉണ്ടാക്കിയ ഒരുവൻ, നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാകും, നീ മനുഷ്യപുത്രന്മാരെ തിരിച്ചു വരികയും എന്ന് വിളിക്കുന്നു. അനാദിയായും ശാശ്വതമായും നീ ദൈവമാണ്. കണ്ടോ, അവിടെ പർവ്വതമുണ്ട്, പർവ്വതം ദൈവമല്ല. അവിടെ മനുഷ്യനുണ്ട്, മനുഷ്യൻ ദൈവമല്ല. അവിടെ പൊടിയുണ്ട്, സംവത്സരമുണ്ട്. അവിടെ പലതും ദൈവം ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്നും ദൈവമല്ല, ഉണ്ടാക്കിയ ദൈവമുണ്ട്. അനാദിയായും ശാശ്വതമായും നീ ദൈവമാണ്. ഈ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നത് സൃഷ്ടാവായ ദൈവത്തെയും ദൈവത്തിന്റെ സൃഷ്ടികളെയും. ഇതിൽ ദൈവം ഉണ്ടാക്കിയതിന്റെ എല്ലാം പരിമിതി, ഉണ്ടാക്കുവാൻ ഉടമസ്ഥനായിരുന്ന ദൈവത്തിന്റെ പരിമിതി ഇല്ലായ്മ. മർത്യന് അവസ്ഥകൾക്ക് വ്യത്യാസം വന്നു. അവൻ പൊടിയിലേക്ക് പോയി തിരിച്ചു വരേണ്ടി വരുന്നു. രാത്രിക്ക് വ്യത്യാസം വന്നു, പകലുണ്ടായി. പകലിൽ തന്നെ രാത്രി തന്നെ യാമങ്ങൾക്ക് വ്യത്യാസം സംഭവിച്ചു. എന്നാൽ വ്യത്യാസമില്ലാത്ത ഒരുത്തനുണ്ട്. നീ അനാദിയായും ശാശ്വതമായും ദൈവമാണ്. എല്ലാത്തിനും വ്യത്യാസം സംഭവിക്കുമ്പോൾ, വ്യത്യാസം സംഭവിക്കാത്ത ഒരുവൻ, ആ ഒരുവനാണ് നാം സേവിക്കുന്നത്. ആ ദൈവമാണ് പറയുന്നത്, അത് വേഗം തീരും. ഈ വാഗ്ദാനങ്ങൾ വെച്ച് ദൈവത്തോട് പറയൂ, ദൈവം പ്രവർത്തിക്കും. നമുക്ക് കൂടെ ഇരിക്കുവാനും കൂടെ കൊണ്ടു നടക്കാനും സഹകരിക്കാനും ഒക്കെ താല്പര്യമുള്ള പല കാര്യങ്ങളുമുണ്ട്. അതെല്ലാം നമ്മുടെ കൂടെ ഇരിക്കുന്നതും അതോടൊരുമിച്ച് സഹകരിക്കുന്നതുമൊക്കെ നമുക്ക് ആശ്വാസവും സന്തോഷവും. അതിങ്ങോട്ട് വന്നില്ലേ അങ്ങോട്ട് ചെന്നിരിക്കാൻ നമുക്ക് ഇഷ്ടമാണ്. നേരെ തിരിച്ചു ചില കാര്യങ്ങളുണ്ട്. നമുക്ക് അറപ്പുള്ളത്, വെറുപ്പുള്ളത്, നമുക്ക് വേദനയും ദുഃഖവും മാത്രം തരുന്നത് നമുക്ക് ഓടരുതാണ്. അത് ഇങ്ങോട്ട് വന്നാലും നമ്മൾ ഓടി മാറും. അഥവാ അതിൽ നകർത്തിയിരിക്കുന്നത് നമുക്ക് ഇഷ്ടമാണ്. ഒന്നിനോട് നമുക്ക് അടുത്തിരിക്കുന്നത് നമുക്ക് ഇഷ്ടമാണ്.
അതിങ്ങോട്ട് വന്നില്ലേ അങ്ങോട്ട് ചെല്ലാൻ നമുക്ക് താല്പര്യം. മറ്റൊന്ന് നമുക്ക് ഇഷ്ടമില്ലാത്ത ദോഷം ചെയ്യുന്നത്, അത് ഇങ്ങോട്ട് വന്നാൽ നമ്മളത് ഓടി മാറും. ഇത് രണ്ടും നമുക്ക് കഴിയും. എന്നാൽ ഇതിന്റെ ഇടയ്ക്ക് മറ്റൊന്നുണ്ട്, നമുക്ക് ഇഷ്ടമില്ല പക്ഷെ വിട്ടുകളയാൻ ഒക്കത്തില്ല, നമുക്ക് കഴിവില്ല അഭിമുഖീകരിക്കാൻ പക്ഷെ ഓടിക്കാൻ ഒക്കത്തില്ല. ഇങ്ങനെയുള്ള വിഷയം ജീവിതത്തിൽ അഭിമുഖീകരിക്കാൻ പ്രാപ്തിയില്ല, ഓടിപ്പോകാൻ കഴിവില്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇഷ്ടമുള്ളതുണ്ട്, നമുക്ക് ഇഷ്ടമില്ലാത്തതുണ്ട്. അതിന് നമുക്ക് അകലെ പാലിക്കാം, അടുത്തിരിക്കാം, അതിന് നമ്മൾ പ്രാപ്തി ഉള്ളവർ. എന്നാൽ ഞാൻ മൂന്നാമത് പറഞ്ഞ ഈ കാര്യത്തിന് സാധാരണ ഭാഷയിൽ പറയും, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ. നമുക്ക് ഇട്ടിട്ട് പോകാൻ കഴിയുന്നില്ല, കൊണ്ടു നടക്കാൻ പ്രാപ്തിയില്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെയാണ് നമ്മൾ ദൈവത്തിൽ ശക്തിയായി ആശ്രയിക്കുന്നത്. ഈ വിഷയത്തിൽ നമ്മൾ നമ്മിൽ ആശ്രയിച്ചാൽ, നമുക്കുള്ളവരിൽ ആശ്രയിച്ചാൽ തോറ്റുപോകും. അവരും നമ്മെ പോലെ തന്നെ ഈ വിഷയത്തിൽ പ്രാപ്തിയില്ലാത്ത, ഈ വിഷയത്തിൽ ആശ്രയിക്കാൻ ദൈവത്തിൽ മാത്രമേ കഴിയൂ. എന്നാൽ ഇങ്ങനെയുള്ള രംഗം വരുമ്പോൾ നമ്മുടെ കഴിവുകളിലും നമുക്കുള്ളവരിലും നമ്മുടെ മിടുക്കുകളിലും മറ്റുള്ളവരുടെ ആലോചനയിലും നമ്മൾ ചെന്നു വീണാൽ നമുക്ക് രക്ഷയില്ല. എട്ടുകാരി ഓടി നടക്കുന്നത് കണ്ടിട്ട് ഒരു പൂമ്പാറ്റ ആ വലയിൽ കൂടെ ഓടാൻ ശ്രമിക്കരുത്. ശ്രമിച്ചാൽ നീ അതിനകത്ത് കൊല്ലും. നീ കണ്ടത ഒരു ജീവി അതിൽ കൂടി ഓടുന്നത്, അതിന്റെ പേരാ എട്ടുകാരി. പക്ഷേ നീയാണെന്ന ജീവിക്ക് അതിലെ ഓടാൻ കഴിയത്തില്ല. സഹോദരങ്ങളെ, നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. എന്നാൽ പലരും ഈ വഴിയിൽ എനിക്ക് ഓടാമെന്നാണ് ഇരിക്കുന്നത്. ഞാൻ പറയുന്നു ഓടത്തില്ല. ആ വലയ്ക്ക് നിന്നെ ഓടിക്കാതെ കുരുക്കിയിരുത്തുവാൻ കഴിവുണ്ട്. ആ വലയ്ക്ക് പിറകിൽ നിന്നെ കാത്തിരിക്കുന്ന ഒരു ശക്തി, നാം അതിനെ ജയിക്കണം. എങ്ങനെ ഇങ്ങനെയുള്ള വിഷയങ്ങളെ നമുക്ക് അതിജീവിക്കാൻ കഴിയും? ദൈവത്തിൽ ആശ്രയിക്കണം. അവൻ ചോദിക്കും, ഞങ്ങൾ ദൈവത്തിലല്ലേ ആശ്രയിക്കുന്നത്? നമ്മളെല്ലാം ദൈവത്തിൽ ആശ്രയിക്കുന്നവരാ. എന്നാൽ ചില വിഷയത്തിൽ ഒന്നുകൂടി ദൈവത്തിൽ മുറുകെ പിടിക്കണം. ദൂത് ഏറ്റെടുക്കുവാൻ സാധിച്ചാൽ ഇന്ന് നമ്മൾ ജയിക്കും. നമുക്ക് സന്തോഷമുള്ള വാക്യമാണ്, അത് വേഗം തീരും എന്ന് പറയാൻ. വേഗം തീരണമെങ്കിൽ വേഗം തീരത്തക്ക അവസ്ഥയിൽ നാം ആയിത്തീരണം. നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ പല വഴികൾ ശ്രമിക്കുന്നു. ആ വഴികളെല്ലാം നിർത്തിയിട്ട് സാക്ഷാൽ വഴിയായി നമ്മുടെ കർത്താവ് നമ്മുടെ പ്രശ്നങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നു, കുറെ പഠിച്ച് നിങ്ങൾ പോയാൽ പോരാ, ഒരു ഭാഗമെങ്കിലും നിങ്ങളുടെ അനുഭവമാക്കണം. ആക്കിയാൽ ഇയ്യോബിനെ പിശാച് പരീക്ഷിക്കാൻ വന്നപ്പോൾ അവന്റെ പ്രവൃത്തി ദൈവത്തിനെതിരാക്കാൻ പിശാച് ആഗ്രഹിച്ചില്ല. അവന് പ്രവൃത്തി ഒത്തിരി ഉണ്ടായിരുന്നു, നമ്മൾ ആ പുസ്തകം വായിച്ചാൽ കാണാം. എന്നാൽ അവന്റെ ഒരു പ്രവൃത്തിയും ദൈവത്തിനെതിരാക്കാൻ പിശാച് ശ്രമിച്ചില്ല. പിശാച് എന്താണ് അവൻ ആഗ്രഹിച്ചത്? നിങ്ങൾ ചിന്തിച്ച്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, എന്താണ് സാത്താൻ ഇയ്യോബിൽ നിന്ന് ആഗ്രഹിച്ചത്? പറ, എന്താ ആഗ്രഹിച്ചത്? ദൈവത്തെ തള്ളി പറയാം. അവന്റെ വായ ദോഷമുള്ളതാണ്. അവൻ ദൈവത്തോടതാ പറഞ്ഞത്, നീ ഇതൊക്കെ ഒന്ന് മാറ്റിക്കുക. അവൻ നിന്നെ തിരിച്ച് പറയും. അപ്പൊ സാത്താൻ ഇയ്യോബിനെ എങ്ങോട്ടാ നോക്കുന്നത്? കയ്യിലേക്കാണോ?
കാറിലേക്കാണ്, എങ്ങോട്ടാണ് നോക്കുന്നത്? ഇത് പല ദൈവങ്ങൾക്കും അറിയുന്നില്ല. സാത്താൻ നിന്നെ നോക്കുന്നത് നിന്റെ വായിലേക്കാണ്. അവൻ അവിടെ കണ്ടോ? ആദ്യമേ അത് തന്നെ അവൻ ദൈവത്തോട് പറഞ്ഞു, നീ അവനുള്ളതൊക്കെ എടുത്ത് മാറ്റി. അവൻ തെളിയിച്ചു. അവിടെ ഇയ്യോബ് ജയിച്ചു. അവൻ രണ്ടാമത് ദൈവം ചോദിച്ചപ്പോൾ അവൻ പറയുക, നീ അവന്റെ ദേഹത്തെ ഒന്ന് നോക്കി. അവൻ നിന്നെ തിരിച്ചു പറയും. അപ്പോഴും അവന്റെ ഭരണം അവൻ മാറ്റിയില്ല. ഇയ്യോബിന്റെ വീട്ടിലെ ശിക്ഷാരീതിക്ക് മാറ്റം വരുത്തി. മക്കളെ കൊണ്ടെടുത്ത് സമ്പത്ത് കൊണ്ടുപോയെടുത്ത് അവന്റെ ദേഹത്തിലേക്ക് മാറ്റി. അപ്പോഴും ഇയ്യോബിന്റെ ആയുധം അവൻ മാറ്റിയില്ല. പിശാചിന്റെ ആയുധം മാറ്റിയില്ല. അപ്പോഴും പിശാച് പറഞ്ഞ അതേ കാര്യമാണ്, അവൻ നിന്നെ കണ്ടോ? അപ്പൊ സാത്താൻ എങ്ങോട്ടാ നോക്കി? ഇനി അവനെ കുറിച്ചുള്ള ദൈവിക റിപ്പോർട്ട് വന്നപ്പോൾ എവിടത്തെ കുറിച്ചാണ് റിപ്പോർട്ട് വന്നത്? ഇതുകൊണ്ടൊന്നും അവൻ നാവുകൊണ്ട് ദോഷം സംസാരിച്ചില്ല. എവിടെയാണ് സാത്താൻ നോട്ടമിട്ടതെന്ന് ഇയ്യോബിന് മനസ്സിലായി. അതുകൊണ്ടാണ് ഇയ്യോബ് ഭാര്യയോട് പറഞ്ഞത്, നീ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നത്. കണ്ടോ? എന്താണ് സാത്താൻ ആവശ്യമെന്ന് ആത്മാവിൽ അവൻ കൈകൊണ്ടോ കാലുകൊണ്ടോ ഒരു പാപം ചെയ്തില്ല, ചെയ്യാൻ പിശാച് ആഗ്രഹിച്ചില്ല. പിശാച് ആഗ്രഹിച്ചത് ഇയ്യോബിന്റെ കുടുംബത്തെ തകർക്കുവാൻ, നാക്ക് ഉപയോഗിക്കുവാൻ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മൾ ഇവിടെ തോറ്റു കിടക്കുന്നില്ലേ? നമ്മളോട് ചോദിച്ചു, നമ്മളിവിടെ തോറ്റു കിടക്കുന്നില്ലേ? അങ്ങനെ തോറ്റു കിടക്കുന്നെങ്കിൽ നിങ്ങളുടെ മേൽ ചെയ്യപ്പെടുന്നത് ഇപ്പോൾ പിശാചാണ്. രക്ഷപ്പെടാൻ കഴിയത്തില്ല സഹോദരങ്ങളെ. ഒറ്റ മാർഗമേ ഉള്ളൂ, പാപബോധമുണ്ടായി ഏറ്റുപറഞ്ഞ് ദൈവവിഭാഗം വീണാൽ ദൈവം വിടുന്നില്ല. വേറെ ഒരു മാർഗവുമില്ല. നമുക്ക് തോന്നുക നമുക്ക് കഴിയും, നമുക്ക് കഴിയത്തില്ല. കാരണം കഴിയുന്നവൻ ദൈവം മാത്രം. പെന്തക്കോസ്തുകാർക്കുള്ള ഏറ്റവും വലിയ പാപത്തിന്റെ ഭാഗം അവിടെ അവരെ കൊണ്ട് പിശാച് നിങ്ങളിൽ ആവഹിക്കുക, പിശാച് നിങ്ങളെ ഉപയോഗിക്കുക. പിശാചാണ് നമ്മെ തകർക്കുന്നതെന്നും പറഞ്ഞാൽ സത്യത്തിൽ പിശാച് നമ്മിൽ കൂടിയാണ് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ സഭയെ, നമ്മെ തകർക്കുന്നത്. ഇത് പലർക്കും അറിയത്തില്ല സഹോദരൻ. അതുകൊണ്ടാണ് പ്രവൃത്തിയുടെ അപ്പസ്തോലൻ എന്ന് വിളിക്കുന്ന യാക്കോബ് ചോദിക്കുന്നത്, ഒരു നാവിൽ നിന്ന് എങ്ങനെ കൈപ്പും മധുരവും വരും? ഈ നാവ് കൊണ്ട് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, ഈ നാവ് കൊണ്ട് നിങ്ങൾ എന്നും പറയുന്നു, നിങ്ങൾക്ക് എങ്ങനെ കഴിയും? അത്തയിൽ നിന്ന് മുന്തിരിങ്ങ പറിക്കാൻ കഴിയുമോ? മുന്തിരിയിൽ നിന്ന് മദ്യപാനം പറിക്കാൻ കഴിയുമോ? ഒരു ഉളവിൽ നിന്ന് കൈയും മധുരവും ഒരുമിച്ച് വരുമോ? വരുന്നില്ല. ഉപ്പും മധുരവും ഒരു ഉളവിൽ ഒരുമിച്ച് വരുമോ? കൈയും മധുരവും ഒരുമിച്ച് വരുമോ? ഇല്ല. പക്ഷെ സാധാരണ ചോദിച്ചു വരുമോ? സാധാരണ പറയും അനേക ദൈവമക്കളിൽ നിന്ന് വരുന്നുണ്ട്. ഹല്ലേലൂയ പറയുന്ന നമ്മുടെ നാവ്, സ്തോത്രം പറയുന്ന നമ്മുടെ നാവ്, അന്യഭാഷ പറയുന്ന നമ്മുടെ നാവ്. സഹോദരങ്ങളെ, നമുക്ക് അരിശം വരുമ്പോൾ നമ്മൾ എന്തെല്ലാം രീതി ഉപയോഗിക്കും? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ തന്നെ നിങ്ങളുടെ കണ്ണാടിനോട് ചോദിക്കേ. ഞാൻ ആത്മാഭിഷേകം പ്രാപിച്ച വ്യക്തിയാണ്. എന്റെ നാവ് അന്യഭാഷ പറയുന്നതാണോ? എന്റെ നാവ് സ്തോത്രം പറയുന്നതാണോ? എന്റെ നാവ് ദൈവത്തെ സ്തുതിക്കുന്നതാണോ? ആ എന്റെ നാവാണോ ഞാൻ ഉപയോഗിക്കുന്നത്? ഇത് ദൈവത്തിന്റെ ആത്മാവോ പിശാച്? സഹോദരങ്ങളെ, ഒരു വിടുതൽ എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ
നടുവിനുള്ളൊരു വേദനയും കാലിനുള്ളൊരു വേദനയും മാറി കിട്ടുന്നതല്ല, പാപത്തിന്റെ പേരും വിട്ടു ലഭിക്കുന്നതാണ്. ഒത്തിരി പഠിക്കേണ്ടതാണ് സഹോദരങ്ങളെ, ഒത്തിരി പഠിക്കണം. നിങ്ങൾക്കറിയാമോ, ഇയ്യോബിന്റെ വീടിനെ പാറ്റി സാത്താൻ, പക്ഷെ അവൻ ജയിച്ചില്ല. എന്തുകൊണ്ട് ജയിച്ചില്ല? എന്താണ് സാത്താന്റെ തന്ത്രത്തിന്റെ ആഴമെന്ന് മനസ്സിലാക്കി ആ പോയിന്റിന്റെ മേൽ ഇയ്യോബ് ചെയ്തു. എവിടെയാണ് അവൻ വീഴിക്കാൻ നോക്കുന്നതെന്ന് കണ്ടിട്ട് അതിന്മേൽ സാത്താൻ ചെയ്തു. ഈ അനുഭവത്തിൽ നമ്മുടെ വിഷയത്തിന്റെ മേൽ പരിഹാരത്തിൽ വന്നില്ലെങ്കിൽ നാം തോക്കും, സാത്താൻ ജയിക്കും. ഞാൻ ഈ പറയുന്നത് കേൾക്കാനും പ്രസംഗിക്കാനും എളുപ്പമാണ്, അനുഭവത്തിൽ കൊണ്ടുവരാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഇന്ന് ഞാൻ പറയുന്നു, ഭർത്താവിനെ ഭാര്യയോ ഭാര്യയെ ഭർത്താവോ, മക്കളെ മാതാപിതാക്കളോ മാതാപിതാക്കളെ മക്കളോ, പാസ്റ്ററെ വിശ്വാസിയോ വിശ്വാസിയെ പാസ്റ്ററോ നോക്കരുത്. നമ്മളിപ്പോ നോക്കേണ്ടത് നമ്മളെയാണ്. പ്രസംഗിക്കുന്ന ഞാൻ എന്നെയും, പ്രസംഗം കേൾക്കും നിങ്ങൾ നിങ്ങളെയും നോക്കണം. നീ നിമിത്തമാണ് ഇന്ന് ഭാര്യയോടോ, നീ നിമിത്തമാണെന്ന് ഭർത്താവിനോടോ പറയരുത്. ഇങ്ങനെ പറയുക, എന്റെ വാക്ക്. ഒരു സാഹചര്യത്തെയും കുറ്റം പറഞ്ഞിട്ട് അർത്ഥമില്ല. സാഹചര്യത്തെ ജയിപ്പാൻ ദൈവം നമുക്ക് കഴിവ് നൽകുന്നു. നമുക്ക് മടങ്ങി വരാം സഹോദരൻ. ഇനി ഞാൻ കർത്താവിന്റെ വചനം നിങ്ങൾക്ക് തരിക. ഈ 90-ാം സങ്കീർത്തനം ഒരു നഷ്ടത്തിന്റെ സങ്കീർത്തനമാണ്. അതിനകത്ത്, ആ നഷ്ടത്തിനകത്ത് വലിയ ദർശനം പ്രാപിച്ച് വില പ്രാപിക്കുന്ന ദൈവമനുഷ്യൻ. മോശയുടെ സഹോദരനായ അഹരോൻ മരിച്ചപ്പോൾ ഹോർ പർവ്വതത്തിൽ നിറങ്ങിയ മോശ പാടിയ പാട്ടാണ് ഈ 90-ാം സങ്കീർത്തനം. നിങ്ങൾക്കറിയാമോ, ആ ദൈവവൈദ്യന്റെ ആരംഭം മുതൽ ഒടുവിൽ വരെയുള്ള ജീവചരിത്രം നിങ്ങളൊന്ന് എടുത്തു നോക്കി. 3 മാസം ഉള്ളപ്പോൾ തനിക്ക് എല്ലാവരും നഷ്ടപ്പെട്ടതാണ്. അതൊരു നഷ്ടമാണോ സഹോദരങ്ങളെ? വെറും 3 മാസം ഉള്ളപ്പോൾ തനിക്ക് എല്ലാവരും നഷ്ടപ്പെട്ടു. പക്ഷെ നഷ്ടപ്പെടാത്ത ഇവിടെ ഉണ്ടായിരുന്നു, അവനെ ശ്രദ്ധിച്ച അവന്റെ ദൈവം. ഞാൻ നിങ്ങളോട് പറയാം, എല്ലാവരും നമ്മെ കൈവിടുന്ന ഒരു ദിവസമുണ്ട്. എന്നാൽ നമ്മെ കൈവിടാത്ത ദൈവം. ഞാനല്ല മോശയെ രക്ഷിച്ചത്, ദൈവം. കൈകളില്ല മോശയുടെ പെണ്ണുമല്ല മോശയെ രക്ഷിച്ചത്, ദൈവമാണ്. അതൊക്കെ മുഖാന്തരങ്ങളാണ്. മുഖാന്തരങ്ങളുടെ ദൈവം നമ്മുടെ ദൈവം. സഹോദരങ്ങളെ, നമ്മുടെ വിഷയത്തിന് നമ്മുടെ ദൈവം മതിയായവൻ. മോശക്കുഞ്ഞിന് എന്തോ കഴിവുണ്ട് 3 മാസം ഉള്ളപ്പോൾ. എന്നാൽ മോശക്കുഞ്ഞിന് കഴിവില്ലെങ്കിലും മോശക്കുഞ്ഞിന്റെ ദൈവത്തിന് കഴിവുണ്ട്. അതിനകത്ത് ഒത്തിരി ദൂരമുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. 2, മോശയ്ക്ക് കൊട്ടാരം നഷ്ടപ്പെട്ടവനാണ്. കൊട്ടാരം നഷ്ടപ്പെട്ട് അവൻ മരുഭൂമിയിൽ കൂടി ഓടി ഇത്രോവിന്റെ വീട്ടിൽ. കണ്ടോ, കൊട്ടാരവും ഇത്രോവിന്റെ വീടും തമ്മിൽ എന്ത് വ്യത്യാസമാണ്. കൊട്ടാരം നഷ്ടപ്പെട്ടപ്പോൾ ദൈവം നഷ്ടപ്പെട്ടില്ല. ഇത്രോവിന്റെ വീട്ടിൽ ചെന്നപ്പോഴും ദൈവം നഷ്ടപ്പെട്ടില്ല. കണ്ടോ, ഒരു സമയത്ത് നൈനവി, വേറെ സമയത്ത് മിസ്രയീമിലെ കൊട്ടാരം, അടുത്ത സമയത്ത് ഇത്രോവിന്റെ വീട്. ഇവിടെയൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയുമോ സഹോദരങ്ങളെ? ചെറുതല്ല. കൊട്ടാരത്തിൽ നിന്ന് ഇത്രോവിന്റെ ആളുകളെത്തിയിട്ടുള്ള അനുഭവത്തിലേക്ക് വരണം.
അപ്പോഴേ അറിയത്തുള്ളൂ അതിന്റെ വിഷം. നിങ്ങൾ ഞാൻ ഉൾപ്പെടെ ഇപ്പോൾ കാറിൽ യാത്ര ചെയ്യുന്നവരാണ്. ഇനി നമ്മൾ ബസ്സിലൊന്ന് കയറാൻ പോയി ബുദ്ധിമുട്ടായി. നമ്മൾ AC റൂമിൽ കിടന്ന് ഉറങ്ങുന്നവരാണ്. ഇനി നമ്മൾ അല്ലാത്തതൊന്ന് കിടക്കാൻ പോയി ബുദ്ധിമുട്ടായി. സഹോദരങ്ങളെ, കൊട്ടാരത്തിൽ താമസിച്ചവൻ ഇത്രോവിന്റെ വീട്ടിലായി. ഒരു ദിവസമോ ഒരു മാസവുമല്ല, വർഷങ്ങളോ. സ്തോത്രം. തീർന്നില്ല. ദൈവം അവനെ ഹോരേബിൽ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു വിളിച്ചു. സ്തോത്രം. അവനടുത്ത് ചെന്നപ്പോൾ ദൈവം പറഞ്ഞു, അടിക്ക്, കാലിന് ചെരുപ്പടിക്കാം. ദൈവമേ, നീ എന്തുവായി പറയുന്നത്? എന്റെ മിസ്രയീമിലെ പട്ടാളത്തിൽ നിന്ന് ഇത്രോവിന്റെ വീട്ടിൽ കൊണ്ടുവന്നത് എനിക്ക് മനസ്സിലായി. ഇത്രോവിന്റെ വീട്ടിൽ നിന്ന് നീ പോരാടുന്നതിൽ കൊണ്ടുവന്നത് എനിക്ക് മനസ്സിലായി. പക്ഷേ നീ ചെയ്യുന്നതുവാ, എന്റെ ചെരുപ്പ് കൂടെ നീ അഴിക്കുക. അല്ലേ സഹോദരങ്ങളെ, ദൈവം ചില ചെരുപ്പുകൾ അഴിപ്പിക്കും. നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടാ ഇത് കുനിഞ്ഞിരുന്ന് അടിക്കാൻ. കാരണം നിൽക്കുന്നത് വീട്ടിന്റെ അകത്ത മുറിയിലെ കാൽ വേദനിക്കാത്ത ഉൾപ്പായിലല്ല, ഹോരേബിന്റെ മുള്ളുള്ള കാട്ടില്ല. അവിടെ ദൈവം ഇറങ്ങി വന്നേക്കുന്നത് മുൾച്ചെടിയിലാണ്. മുള്ളുള്ളിടത്ത മോശ നിൽക്കുന്നത്. ദൈവം പറഞ്ഞ അടിക്കാൻ. അടിക്കാമോ? സ്തോത്രം. ദൈവം പറയുന്നു അടിക്കാൻ. നീ അടിക്കുമോ? എന്തിനാ നീ കൊണ്ട് ചവിട്ടുക, നീ കണ്ണ് ചവിട്ടുക, ഈ പാലിൽ കൂടെ പോകാം. ദൈവം പറയുന്നു അടിക്കാൻ. എന്തിനാ അടിപ്പിച്ചെന്നറിയാമോ? ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തിന് ആ കാൽപാദത്തോട് വിരോധമുണ്ടായിട്ടല്ല. അല്പം കഴിയുമ്പോൾ അവന്റെ കയ്യിലിരിക്കുന്ന വടി സർപ്പമാക്കും. ഇവൻ ഓടും. ഇവൻ ഓടരുത്. ഇവൻ ഓടാതിരിക്കാനാണ് അഴിപ്പിച്ചത്. കണ്ടോ? അവന്റെ കയ്യിലിരിക്കുന്ന വടി അത് സർപ്പമാകുമ്പോൾ അവൻ ഓടരുത്. ഓടാതിരിക്കാൻ ദൈവം അഴിപ്പിച്ചു. ദൈവം ചിലത് ചെയ്യുന്നത് നമ്മുടെ നന്മയ്ക്കാണ്. ഓടിപ്പാനൊക്കത്തില്ല. കാരണം കാലേ കഴിഞ്ഞ 10-40 വർഷമായിട്ട് ചെരുപ്പിട്ട് നടന്നതാണ്. ഓടാനൊക്കത്തില്ല. ദൈവം പറഞ്ഞു, നീ അതിന്റെ വാലിൽ പിടിക്കേ. ഞാനൊരു 100 രൂപ തരിക, മറ്റൊരു സമയത്ത് അത് അധികം പ്രസംഗിക്കാം. ദൈവം പറഞ്ഞിടത്തേക്ക് പിടിക്കാവുക, തലയെ കയറി പിടിക്കരുത്. അപകടം. ദൈവം പിടിക്കാനാ പറഞ്ഞു. നമ്മളെല്ലാം കയറി തലയിലാണ് പിടിക്കുന്നത്. ആ പ്രശ്നം. തലയെ പിടിച്ചു, ഒരു കുഴപ്പവും വരുന്നില്ല. അത് ഞാൻ മറ്റൊരു സമയം പ്രസംഗിക്കാം. അല്ലേ, അടുപ്പിൽ പിടിക്കുന്നതും തലയെ പിടിക്കുന്നതും കാലെ പിടിക്കുന്നതും ഒക്കെ വ്യത്യാസമാണ്. ദൈവം വാലെ പിടിക്കാൻ നിങ്ങൾക്കറിയാമോ? ആ വടി കൊണ്ട് അതേ പർവ്വത്തിൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു പാറയെ അവന് അടിച്ച് വെള്ളം പുറത്തു വെച്ചു. ആ വടി കൊണ്ടാണ് പാറയെ അടിച്ച് ഹോരേബിൽ തന്നെ, അവിടെ തന്നെയാണ് ഇസ്രായേൽ കുടിപ്പാൻ വെള്ളം കൊടുത്തത്. അത് ഞാൻ മറ്റൊരു സമയത്ത് പഠിപ്പിക്കാം. സഹോദരങ്ങളെ, എന്തിനാ ദൈവം ചെരുപ്പ് പോയി? 3-ാം മാസം അവനുള്ളവരെല്ലാം പോയി. അത് കഴിഞ്ഞവന്റെ കൊട്ടാരം പോയി. അത് കഴിഞ്ഞവന്റെ കാലിൽ ചെരുപ്പ് പോയി. ഇനിയും മുൻപോട്ട് വരുമ്പോൾ എനിക്ക് എന്റെ അകത്ത് ദൈവം ദൂതകൾ തരുമ്പോൾ സന്തോഷിക്കാം. എത്ര കൊല്ലം കേൾക്കത്തില്ല.
മോശ കേട്ടില്ലേ? മോശ ദൈവശബ്ദം കേട്ടില്ലേ? പോയില്ലേ? അതിനടുത്തായി താമസിക്കുന്നത്. അവൻ എത്ര വർഷമായി അവിടെ താമസിക്കുന്നു, ഒരു പ്രാവശ്യം പോലും ആ ശബ്ദം അവൻ കേട്ടിട്ടില്ല. ആ മോശ ദൈവശബ്ദം കേട്ട് ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങി പോകുമ്പോൾ അവന്റെ ഭാര്യയും മക്കളും അവനെ കേട്ടു. ദൈവമക്കളെ, ചെരുപ്പടിപ്പിച്ചത് പിന്നെയും നമുക്ക് സഹിക്കാം. കുടുംബം നഷ്ടപ്പെട്ട ഭാര്യയും മക്കളും മോശയെ ഇട്ടിട്ടു. മോശ ഒറ്റപ്പെട്ടു. വീണ്ടും നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ബാക്കിയുള്ള എടുത്ത് പഠിപ്പിക്കുന്നതാണ്. അവന്റെ പെങ്ങളവ് നഷ്ടപ്പെട്ടു, മിരിയ. അതും അവൻ സഹിച്ചു. വീണ്ടും അവൻ മുൻപോട്ട് പോകുക. അവർ 3 പേര് മുകളിലേക്ക് ദൈവം പറഞ്ഞു, 40 കൊല്ലം മുമ്പ് കയറിപ്പോയത്. 40 കൊല്ലം മുമ്പ് ഈ ചേട്ടനെ ഈ ഉടുപ്പിടിച്ചത് ഈ അനിയൻ മോശയാണ്. ആ ഇടിവിച്ചോ, ആ ഇടിവിച്ച കൈ കൊണ്ട് അത് ദൈവം ഊരിച്ചു. ദൈവമക്കളെ, എന്റെ അകത്ത് സ്തോത്രം ഒത്തിരി ദൂരമുണ്ട്. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ പറയാൻ അധികം പോകുന്നില്ല. കാലിലെ ചെരുപ്പ് ദൈവം അഴിപ്പിക്കുമ്പോൾ വിഷമമാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കും. എന്നാൽ 40 കൊല്ലം ഇടിവിച്ച് കൊണ്ടു നടന്ന ആ ഉടുപ്പ് അതേ കൈ കൊണ്ട് ദൈവം ഊരിപ്പിക്കുമ്പോൾ നിങ്ങൾക്കറിയാമോ അതിന്റെ ഭാരം എത്ര വലുതായിരിക്കും. ദൈവം പറഞ്ഞു മുകളിലേക്ക് കാണാം. ചേട്ടന്റെ വലിയനും ചേട്ടന്റെ മുകളിലേക്ക് കയറിച്ചു. ദൈവം 3 പേരെ ഒരുമിച്ച് താഴേക്ക് വിട്ടില്ല. മോശയും അവരുടെ മോനുമായി താഴേക്ക് പോകാൻ പറഞ്ഞു. അതിനുമുമ്പേ ദൈവം ആ ഉടുപ്പ് അഴിപ്പിച്ചു. നിന്റെ കൈ കൊണ്ട് തന്നെ നീ ഇഴിച്ച ആ ഉടുപ്പ് അഴിക്കുമ്പോൾ നിന്റെ ഹൃദയം തകരും. പക്ഷേ ദൈവഹിതമാണെങ്കിൽ സ്തോത്രം ചെയ്യാം. ആ സമയത്താണ് മോശ 3 പേര് കയറിപ്പോയിട്ട് താഴെ ഇഴിച്ച ഉടുപ്പ് താൻ തന്നെ ഊരി എലിയാസാറിന്റെ ദേഹത്തിടിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ മോശ പാടിയ പാട്ടാണ് ഈ 90-ാം സങ്കീർത്തനം. സ്തോത്രം. ഞങ്ങൾ ഞാനുള്ള ഒരു ഹൃദയം പ്രാപിക്കപ്പെട്ടു. ഞങ്ങൾ നാളുകളിൽ ഞങ്ങൾക്ക് ബുദ്ധി തരണമേ. ഒരു ബുദ്ധിയില്ലാത്തവനായിട്ട് താൻ പാടുകയാണ്, ബുദ്ധി തരണമേ, ബുദ്ധി തരണമേ. ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ബുദ്ധി തരണമേ. എന്താ അതിന്റെ അർത്ഥം സഹോദരനെ? സ്തോത്രം. കണ്ടോ, നമ്മുടെ ബുദ്ധിയല്ല ദൈവത്തിന്റെ ബുദ്ധി, നമ്മുടെ കണക്കൂട്ടല്ല ദൈവത്തിന്റെ കണക്കൂട്ട്. നിന്നെ കുറിച്ച് ദൈവത്തിന്റെ ഉദ്ദേശം, ദൈവത്തിന്റെ ഉദ്ദേശം. കാലം മുമ്പോട്ട് പോയി. ചേട്ടന്റെ വലിയ അതിന്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിക്കുന്ന സഹോദരൻ. ഈ മാനുഷിക ബന്ധമെന്നൊക്കെ പറയുമ്പോൾ അതിന് വിലയുണ്ട് ഇല്ലെന്ന് നാം ധരിക്കരുത്. എന്നാൽ രാത്രി ഞാൻ കൂടെ പറഞ്ഞു, എനിക്ക് കഴിഞ്ഞ വ്യാഴാഴ്ച എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. നിങ്ങൾക്കറിയണം, വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരം വേദവസ്ത്രം വായിക്കാമെന്ന് കരുതി വേദവസ്ത്രം വായിക്കാനായിട്ട് എൻ്റെ മുറിയിലിരുന്നു. അടുക്കളയിലെ മറ്റുള്ളവരൊക്കെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മൂത്ത കൊച്ചുമ്പോൾ എന്നെ വിളിച്ചു. അപ്പച്ച ഇവിടെ വരെ ഒരു അത്യാവശ്യം ഞാൻ പറയാം, പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക പറ്റത്തില്ല. അവൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട്
അടുക്കളയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ ലൈറ്റെല്ലാം ഓഫ് ചെയ്തിട്ട് ആ മേശയിൽ കുറെ മിഠായി, കുറെ പ്ലേറ്റ്, കുറെ തിരിയൊക്കെ എടുത്ത് വെച്ച് എൻ്റെ ബർത്ത്ഡേക്കുള്ള പാർട്ടി. അതിനകത്ത് അവരെ അത് ചുറ്റിക്കൂട്ടി വെച്ച് പേപ്പറും മരിച്ച കുറെ പണവും എല്ലാം എനിക്ക് പ്രസന്റേഷൻ അടിച്ച് എല്ലാം കൂടെ പെറുക്കി കൂട്ടി വെച്ച് തിരികെ ഞാൻ പോയി കണക്ക്. എൻ്റെ സഹോദരങ്ങളിൽ എനിക്കുണ്ടായ സന്തോഷം, ഒത്തിരി സന്തോഷം എനിക്കുണ്ടായി. അതിനകത്തൊരു മിഠായി തിന്നാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സന്തോഷമാണ്. ഇളയവന് പണം വെച്ചിരിക്കും കൊടുത്തിരുന്നു, മറ്റൊരു ഒരു നൂല് ചുറ്റി കെട്ടിക്കൊണ്ടിട്ട് പ്രസന്റേഷനാണ്. എന്തോ ഒരു സന്തോഷമാണ്. നിങ്ങളിനി ആ മോശയെയും ഇത്രയും വർഷം തന്നെ കൂടെ കൊണ്ടുവന്ന അഹരോനെയൊക്കെ നോക്കി മോശയുടെ കൈ ക്ഷണിക്കുമ്പോൾ ഈ അഹരോനാണ് ദൈവം തന്നെ പറഞ്ഞത്, ചേട്ടൻ വരുന്നുണ്ട്, നീ അവനെ കാണുമ്പോൾ സന്തോഷിക്കും. എന്തോ ഒരു സന്തോഷം. അതാണ് ദൈവം പറഞ്ഞത്, അഴിക്കുക. നിങ്ങൾ രണ്ടുപേരും താഴേക്ക് പോയാൽ ഒരുത്തരിങ്ങ് ഇവിടെ നിൽക്കട്ടെ, രണ്ടുപേരും പോയാൽ കർത്താവേരുകൾ 3 പേരും കൂടെ താഴേക്ക് വരട്ടെ. വേണ്ട, എന്റെ ഇതാണ്, 2 പേര് താഴേക്ക് പോകും. കൊടുമുടി മോശ തന്നെ അവൻ അന്ന് വരെ കയറാത്ത വലിയ കയറ്റമാക്കായിരുന്നു. ദൈവം പറഞ്ഞു, കനാൻ ദേശം മുഴുവൻ കാണാൻ, പിതാക്കന്മാർക്ക് വാക്ക് കൊടുത്ത് മുഴുവൻ കണ്ണുകളൊക്കെ കാണാൻ, എന്നിട്ട് ഇവിടെ അവസാനിക്കും. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ നോക്കി, ലക്ഷോപലക്ഷം മനുഷ്യരോട് കൂടെ ദീർഘവർഷങ്ങൾ നടന്ന മനുഷ്യനെ ദൈവം അവസാനം ഒറ്റയാക്കി മാറ്റിയത് കേട്ടോ. ഈ റൂഡ് എടുക്കുമോ? ഒറ്റയാക്കി. അവന്റെ ജീവിതത്തിൽ അവൻ നല്ല പ്രായം മുതൽ 100 പേരുടെ കൂടെയോ 10,000 പേരുടെ കൂടെയല്ല, ലക്ഷങ്ങളുടെ കൂടെ ജീവിച്ചവൻ. ദൈവനെ അവസാനം ഒരു മനുഷ്യൻ പോലും അടുത്ത് നിൽക്കാതെ ഒറ്റയാക്കി. നിങ്ങൾക്കുള്ള സന്തോഷ വാർത്ത കേൾക്കണം. ഭൂമിയിൽ ദൈവം ഒരു ശവമടക്കിയെങ്കിൽ അത് ഒരാളുടെ മാത്രമേ ഉള്ളൂ. ആദാമിന്റെ അല്ല, അബ്രഹാമിന്റെ അല്ല, മോശയുടെ മാത്രം. അതിന് പിൻപോ അത് ശേഷമോ ദൈവം ആരുടെയും ശവമടക്കിയിട്ടില്ല. ദൈവം ഒരു ശവമേ ഭൂമിയിൽ അടക്കിയിട്ടുള്ളൂ. എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ചത് ദൈവമാണ്. എന്നാൽ ഒരാൾ ദൈവം അടക്കി, മോശ. മോശയുടെ ശവം ദൈവം അടക്കുമ്പോൾ അവിടെ ദൈവം മാത്രമല്ല, കോടി ദൈവദൂതന്മാരുണ്ടായി. അതുകൊണ്ടാണ് യൂദ എഴുതിയത്, മോശയുടെ ശവത്തിന് വേണ്ടി പിശാച് തർക്കിച്ചു വാദിക്കുമ്പോൾ മീഖായേൽ അത് ഇടപെട്ടു. കണ്ടോ? അപ്പൊ ശവത്തിന്റെ അടുക്കൽ ആരും കൂടെ ഉണ്ടായിരുന്നു, മീഖായേൽ, ദൂതന്മാർ. ഒരു സമൂഹത്തിന്റെ ലീഡറാണ് മീഖായേൽ. അങ്ങനെയാണെങ്കിൽ ആ ലീഡർ വന്നപ്പോ അവിടെ എത്ര പേരൊന്നും ഓർത്തുപോയി. ഞാൻ നിങ്ങളോട് പറയാം, ലക്ഷങ്ങളാണ് മോശയുടെ കൂടെ ജീവിതകാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ ലക്ഷങ്ങളല്ല, കോടി ദൂതന്മാരാണ് മോശയുടെ ശവമടക്കം ഉണ്ടായിരുന്നത്. അത് ഈ കണ്ണുകൊണ്ട് കാണാൻ കഴിയത്തില്ല, ആത്മ കണ്ണുകൊണ്ട് കാണണം. കണ്ടോ? ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. 90-ാം സങ്കീർത്തനം എന്താണ് പഠിപ്പിക്കുന്നത്? നീ ഒറ്റപ്പെടേണ്ടി വന്നാൽ ദൈവഹിതമാണെങ്കിൽ ഒറ്റപ്പെടണം. നീ ഒറ്റയല്ല, നീ കണ്ണുകൊണ്ട് കാണുന്നതാണ് നീ ഒറ്റ. എന്നാൽ നീ ഒറ്റയല്ല, നിന്റെ ദൈവത്തിന്റെ സേവയിൽ ഞാൻ കഴിഞ്ഞു പറയുന്ന സഹോദരങ്ങളെ, ദൈവത്തെ സേവിക്കുന്നവന്റെ സമർപ്പിത ദൈവത്തിൽ ദൈവത്തെ സേവിക്കുന്നവർ ജീവിച്ചിരിക്കുവാൻ ദൈവം എത്രയധികം വിലയിരുത്തുന്നു. സഹോദരൻ
മോശ പാടിയത് നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതം. കണ്ടോ, നീ ഞങ്ങളുടെ സങ്കേതം. എനിക്കുള്ളത് എന്റെ സങ്കേതമല്ല, ഞാൻ കൂടെ കൊണ്ടുപോകുന്ന സങ്കേതമല്ല. എല്ലാം മാറിപ്പോകും, എല്ലാം മാറിപ്പോകും. അതുകൊണ്ട് സഹോദരങ്ങളെ, ലോകത്തിലുള്ള ഒന്നും വലുതായി കാണുന്നത്, ലോകത്തിലുള്ളവരെക്കാൾ വലിയവൻ ആ ദൈവമാണ്. ആ കൂട്ടത്തിൽ നമ്മുടെ കുറിവാക്യം ഇനി ഞങ്ങൾ ഇന്ന് പ്രസംഗിക്കുന്നത്, ഞാൻ ഇത്രയും നേരം പഠിപ്പിച്ചത് മനുഷ്യ കൂട്ടുകെട്ടുകൾ മാറിപ്പോയതാണ്, അപ്പോൾ ദൈവം കൂടെ വന്നതാണ്. എന്നാൽ നമ്മുടെ കുറിവാക്യത്തിൽ നാം മനുഷ്യർ മാറിപ്പോയതല്ല, അത് വേഗം തീരും. ഏത് കഷ്ടവും പ്രയാസവും ദുഃഖവും അതും മാറിപ്പോകും. അതും മാറിപ്പോകും. നമ്മൾ പറക്കും, നമ്മൾ പറക്കും. അത് വേഗം തീരും. നമ്മൾ പറക്കും. എനിക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഭാഗം ചിന്തിച്ച് നമുക്ക് സന്തോഷിക്കാമായിരുന്നു. ഞാൻ അങ്ങനെ മുൻപോട്ട് പോകുന്നില്ല. മനുഷ്യൻ മാറിപ്പോകും, മാറാത്തവനാണ് ദൈവം കൂടെ. അതേ ദൈവത്തിലെ ആ ദൈവം തന്നെ നമുക്ക് വാക്ക് തരുന്നു. നമ്മുടെ ദുഃഖവും പ്രയാസവും വേഗം മാറിപ്പോകും. നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് ഈ വചനം വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് എടുത്തുകൊള്ളുക. ദൈവം നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന ദൈവമക്കളോട് കർത്താവിന്റെ ദാസനായി ദൈവത്തിന് ഏർപ്പെടുന്ന ദൂത് ഇന്ന് ഞാൻ തരുന്നു. ദുഃഖവും പ്രയാസങ്ങളും ഭാരവും കണ്ണുനീരും വേദനയും മാറിപ്പോകും. കർത്താവിന്റെ വാഗ്ദാനമായോ ഞാൻ ഏറ്റെടുക്കുന്നു. എനിക്ക് നീ മതി, എനിക്ക് നീ മതി. ദൈവത്തിൽ ആശ്രയിക്കൂ. നമ്മുടെ കർത്താവ്